സൈഫുദ്ദീൻ കടുത്ത വഞ്ചന നടത്തിയിരിക്കുന്നു CPM എന്ന അഭിപ്രായം പൂർണ്ണമായും CPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ വർഗ ബഹുജന സംഘടനകൾക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ വളരെ തന്ത്രപരമായ വളരെ സൂക്ഷിച്ചുള്ള ഒരു മറുപടി, ഒരു പ്രതികരണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ ഇക്കാര്യത്തിൽ നിലപാട് പരസ്യപ്പെടുത്തുമ്പോഴും പക്ഷേ അവർ തന്നെ വ്യക്തമാക്കുന്നത് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 12 മണിക്ക് ചേരുന്നുണ്ട്. ആ 12 മണിക്ക് ചേർന്നതിന് ശേഷം CPIയുടെ ഔദ്യോഗികമായ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതിനുശേഷം മതി ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ. പ്രതികരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിലും പക്ഷേ പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുന്നത് അതിനുശേഷം മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ അവരും എത്തിയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ വർഗ ബഹുജന സംഘടനാ നേതാക്കളെ, പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ഒക്കെ വിളിച്ച് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് ബിനോയ് വിശ്വവുമായി സംസാരിച്ചപ്പോൾ ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ തനിക്ക് ഇപ്പോൾ ഒരു പ്രതികരണവും നടത്താനില്ല. അതാണ് നേരത്തെ സുനിൽ സൂചിപ്പിച്ചത്. അതായത് കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാട് എടുത്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം വഞ്ചന എന്ന് പറയുമ്പോൾ അത് ഇന്നലെ ബിനോയ് വിശ്വം LDFിലെ പ്രധാന രണ്ടാമത്തെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ കൃത്യമായി ആ ഒരു അധികാരത്തിൽ തന്നെയാണ് CPI സംസ്ഥാന കൌൺസിലിന് ഉറപ്പ് നൽകിയത്. ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കില്ല, CPIയുടെ എതിർപ്പ് മറികടന്ന് CPM അത്തരത്തിലുള്ള നിലപാടെടുക്കില്ല, MV ഗോവിന്ദനുമായി താൻ സംസാരിച്ചിരുന്നു എന്നുള്ള ഉറപ്പ് എന്നുള്ള കാര്യം അത് CPI സംസ്ഥാന കൌൺസിലിനെ അറിയിച്ചിരുന്നു. പക്ഷേ ആ കൌൺസിലിൽ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തി അങ്ങനെയൊരു തീരുമാനം അറിയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി K വാസുകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഇങ്ങനെയൊരു MOയിൽ PM ശ്രീയിൽ ചേരാമെന്നുള്ള MOയിൽ ഒപ്പുവെക്കുന്നത്. അത് CPIയെ ചെറുതായിട്ടൊന്നുമല്ല അമർഷത്തിലാക്കിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിൽ പ്രതിസന്ധിയിലായത് CPM അല്ല, CPI തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ എത്രമേൽ വലിയ പ്രതിഷേധത്തിലേക്കും അമർഷത്തിലേക്കും ഒക്കെ കടക്കണം എന്നുള്ളതിൽ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് നിലവിൽ CPI ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് മന്ത്രിമാരായ ആളുകൾ ഒക്കെയായി, CPIയുടെ മന്ത്രിമാരും ഒക്കെയായി സംസാരിക്കുമ്പോൾ 2 തവണ തങ്ങൾ ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചതാണ്. അപ്പോഴൊക്കെ മുന്നണി തീരുമാനത്തിന് ശേഷം നിലപാടെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും തങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു, ഇങ്ങനെ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഒരു മറുപടി പോലും തങ്ങൾക്ക് നൽകിയില്ല. അക്കാര്യത്തിൽ ചർച്ചയിലേക്ക് പോകാൻ പോലും തയ്യാറായില്ല. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ആണ് പെട്ടെന്ന് തന്നെ തങ്ങളുടെയൊക്കെ എതിർപ്പ് മറികടന്ന് വഞ്ചനാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിലവിൽ CPI. എന്തായാലും 12 മണിക്കാണ് സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുന്നത് CPIയുടെ. ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 10 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. ഇതിൽ രണ്ടിലും നിർണായകമായ PM ശ്രീ വിഷയം ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPIയുമായി ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അതിനുശേഷം ഒരുപക്ഷെ MV ഗോവിന്ദൻ വീണ്ടും CPI സംസ്ഥാന സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനവും കടുത്ത നടപടിയിലേക്ക് കടക്കണം എന്നുള്ള അഭിപ്രായം ഉയരാനാണ് സാധ്യത. ഒപ്പം തന്നെ മന്ത്രി V ശിവൻകുട്ടി വൈകിട്ട് 4 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ CPIയുടെ സെക്രട്ടേറിയറ്റും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും കഴിഞ്ഞ ശേഷം മതി വാർത്താ സമ്മേളനം എന്ന തീരുമാനത്തിലേക്ക് V ശിവൻകുട്ടി എത്തിയത്. CPIയെ അനുനയിപ്പിക്കണം. ശരി വിജിൽ, അങ്ങനെ വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഉണ്ടാകും. CPI വളരെ വലിയ വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പൊ ഇനി എന്ത് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.